ഹലോ കൂട്ടുകാരെ, ആറ്റുവാള കിട്ടിയിട്ടുണ്ടേ. അത് നല്ല രീതിക്ക് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ബീഫെല്ലാം തോറ്റു പോകും, ബീഫും മട്ടണും ഒക്കെ അത്ര ടേസ്റ്റാണേ. അപ്പം നമുക്ക് ആറ്റുവാള ക്ലീനിങ് ഒക്കെ വേറെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്ലീനിങ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ വറുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ പച്ചമുളക് ഇത്രയും എടുത്ത് നന്നായിട്ട് മീനുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മഷി പോലെ അരയ്ക്കണം, വെള്ളം തൊടാതെ അരയ്ക്കണം. ഇതിനകത്തോട്ട് നമ്മൾ വാളൻപുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് മഷി പോലെ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് നോർമലി നമ്മൾ മീൻകറി വയ്ക്കും പോലെ വേവിച്ചെടുത്താൽ മതി. അടച്ച് വെച്ച് മൂടി കുറച്ച് തുറന്ന് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കണം, അതൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ മീൻമുട്ടയ്ക്കകത്ത് തേങ്ങാപ്പീര ഒന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഞവടിയതിന് ശേഷം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻമുട്ട. അപ്പം അതും ഒരു നല്ല ടേസ്റ്റുള്ള ഡിഷായിരുന്നു. ലാസ്റ്റ് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. വേറൊരു ഡിഷുമായി വരാം.